യാതൊരു സിനിമാ പാരമ്പര്യമില്ലാത്ത ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച കുട്ടി. അവൻ വളർന്നു തുടങ്ങിയപ്പോൾ തന്നെ അവന്റെ മാതാപിതാക്കൾ അവനെ ഉപേക്ഷിച്ച് പരസ്പരം വേർപിരിഞ്ഞു. ആ ഒരു സിറ്റുവേഷനിൽ അവന് തുണയായി ഉണ്ടായിരുന്നത് അവന്റെ സഹോദരി മാത്രമാണ്. സ്പോർട്സ് പരമായി അവന് ഒരുപാട് കഴിവുകളുണ്ടെങ്കിലും അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം സിനിമയിൽ അഭിനയിക്കുക എന്നായിരുന്നു. അങ്ങനെ സിനിമയിൽ അഭിനയിക്കാനായി അവൻ നാട്ടിൽ നിന്നും വണ്ടി കയറി അമേരിക്കയിലെത്തി. അവിടേക്ക് പോകുമ്പോൾ അവന്റെ മനസ്സിലുണ്ടായിരുന്നത് ഏതെങ്കിലും ഒരു സിനിമയിൽ ഏതെങ്കിലും ഒരു ചെറിയ വേഷം കിട്ടിയാൽ മതി എന്നതായിരുന്നു. എന്നാൽ കാലം അവനായി കാത്തുവച്ചിരുന്നത് ലോക സിനിമാ പ്രേമികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു ഗംഭീര കഥാപാത്രമായിരുന്നു. ഹീത്ത് ലെഡ്ജറിന്റെ 10ാം വയസ്സിലാണ് മാതാപിതാക്കൾ ഉപേക്ഷിച്ചു പോയത്. അതിനുശേഷം അവർ ഡിവോഴ്സുമായി. സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹം മൂത്ത് തന്റെ 12ാമത്തെ വയസ്സിൽ ചില ഓസ്ട്രേലിയൻ ചിത്രങ്ങളിൽ ലെഡ്ജർ അഭിനയിച്ചു. 1998 ലെഡ്ജർ അമേരിക്കയിലെത്തുന്നത്. അവിടെ എത്തി ഒരുപാട് കഷ്ടപ്പെട്ട് പരിശ്രമിച്ച ശേഷം ലെഡ്ജറിന് ക്ലൗണിംഗ് എന്നൊരു TV സീരീസിൽ ചെറിയൊരു വേഷം ലഭിച്ചു. അതിനുശേഷം വേറെയും ഒരുപാട് TV സീരീസുകളിൽ ലെഡ്ജറിന് അവസരങ്ങൾ കിട്ടി. തനിക്ക് കിട്ടുന്നത് എത്ര ചെറിയ റോളാണെങ്കിലും മറ്റുള്ളവർ ക്യാമറയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് പോലത്തെ ശൈലിയായിരുന്നില്ല ലെഡ്ജറിന്റേത്. എഴുത്തുകാരന്റെയും സംവിധായകന്റെയും സഹായത്തോടെ തനിക്ക് ലഭിച്ച ക്യാരക്ടറിനെ കുറിച്ച് ലെഡ്ജർ കൂടുതൽ മനസ്സിലാക്കാൻ തുടങ്ങും. ആ ക്യാരക്ടർ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്നത്, എങ്ങനെയായിരിക്കും നടക്കുന്നത്, ഇരിക്കുന്നത് എന്നിങ്ങനെ മൈന്യൂട്ടായ എല്ലാ കാര്യങ്ങളും ലെഡ്ജർ മനസ്സിലാക്കിയെടുക്കും. തന്റെ സീനുകൾ എടുക്കുന്നതിന് മുൻപ് തന്നെ ലെഡ്ജർ ഓൾറെഡി ആ ക്യാരക്ടറായി മാറിക്കഴിഞ്ഞിട്ടുണ്ടാവും. ആ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ പോലും ലെഡ്ജർ ആ ക്യാരക്ടറിൽ നിന്നും പുറത്തു വന്നിട്ടുണ്ടാവില്ല. ഷൂട്ടിംഗ് കഴിഞ്ഞ് ദിവസങ്ങൾക്കു ശേഷമായിരിക്കും ലെഡ്ജർ അതിൽ നിന്നെല്ലാം പുറത്തു വരിക. ഇതെല്ലാം ലെഡ്ജറിന് അഭിനയത്തോടുള്ള ആർത്തി കൊണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് വേറെ കുറെ ചിത്രങ്ങളിലും ലെഡ്ജറിന് അവസരങ്ങൾ കിട്ടി. വർഷം 2003. മുൻപിറങ്ങിയ ബാറ്റ്മാൻ ചിത്രങ്ങൾ പരാജയപ്പെട്ടതുകൊണ്ട് വാർണർ ബ്രോസ് സ്റ്റുഡിയോ പുതിയൊരു ബാറ്റ്മാൻ ചിത്രം ചെയ്യുന്നതിനെ പറ്റിയുള്ള ആലോചനയിലാണ്. അങ്ങനെയാണ് അവർ ക്രിസ്റ്റഫർ നോളന്റെ അടുത്തെത്തുന്നത്. അതിന് കാരണം നോളൻ എടുത്ത മെമന്റോ എന്ന ചിത്രമായിരുന്നു. ക്രിസ്റ്റഫർ നോളനോട് ഒരു സൂപ്പർ ഹീറോ സിനിമ ചെയ്യാൻ പറഞ്ഞപ്പോൾ ആ ഒരു ജേണറിനോട് ഒട്ടും താല്പര്യമില്ലാത്ത നോളൻ വാർണർ ബ്രോസിന്റെ ആ അവസരം ആദ്യം വേണ്ടെന്ന് വെച്ചു. എന്നാൽ സ്റ്റുഡിയോയുടെ കനത്ത നിർബന്ധം കാരണം ക്രിസ്റ്റഫർ നോളൻ ആ സിനിമ ചെയ്യാമെന്ന് സമ്മതിച്ചു. എന്നാൽ അവിടെ വെച്ച് നോളൻ മറ്റൊരു കാര്യം കൂടി അവരോട് പറഞ്ഞിരുന്നു. ഇതൊരു നല്ല സൂപ്പർ ഹീറോ സിനിമയായിരിക്കുമോ എന്ന് എനിക്കറിയില്ല, എന്നാൽ ഇതൊരു നല്ല സിനിമയായിരിക്കും. അങ്ങനെ 2005 ബാറ്റ്മാൻ ബിഗിൻസ് എന്ന സിനിമ പുറത്തിറങ്ങി. വാർണർ ബ്രോസും നോളനും പ്രതീക്ഷിച്ചതിനേക്കാൾ വമ്പൻ വിജയമായിരുന്നു ആ സിനിമ. അതിന്റെ കാരണം അതൊരു സ്ഥിരം ശൈലിയിലുള്ള സൂപ്പർ ഹീറോ സിനിമയായിരുന്നില്ല. വളരെ വ്യത്യസ്തമായ രീതിയിലാണ് നോളൻ ആ സിനിമയെ ഒരുക്കിയെടുത്തത്. ഈ സിനിമ വമ്പൻ വിജയമായപ്പോൾ വാർണർ ബ്രോസ് സ്റ്റുഡിയോ ഇതിന്റെ 2ാം ഭാഗം ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കാൻ തുടങ്ങി. അങ്ങനെ സിനിമയുടെ സ്ക്രിപ്റ്റിംഗ് പൂർത്തിയായി. സെക്കൻഡ് പാർട്ടിലെ മെയിൻ വില്ലൻ ക്യാരക്ടറാണ് ജോക്കർ. മുൻപിറങ്ങിയ ബാറ്റ്മാൻ സിനിമകളിൽ ജോക്കർ എന്ന ക്യാരക്ടർ വന്നിട്ടുണ്ടെങ്കിലും ഈ കഥയിലെ ജോക്കറിന് ബാറ്റ്മാനോളം തന്നെ പ്രാധാന്യമുണ്ടായിരുന്നു. അങ്ങനെ ജോക്കർ എന്ന ക്യാരക്ടറിന് വേണ്ടിയുള്ള ഓഡീഷൻ അവർ ആരംഭിച്ചു. പ്രഗത്ഭരായ പല നടന്മാരും ഈ ഒരു ഓഡീഷനിൽ ഉൾപ്പെട്ടിരുന്നു. എന്നാൽ മാസങ്ങളോളം ഓഡീഷൻ നടത്തിയിട്ടും തന്റെ മനസ്സിലുള്ള ജോക്കർ എന്ന ക്യാരക്ടറിന് അനുയോജ്യമായ ആളെ നോളന് കണ്ടെത്താനായില്ല. അങ്ങനെ ഒരു ദിവസം ക്രിസ്റ്റഫർ നോളൻ ടിവിയിൽ ഒരു സിനിമ കാണുകയായിരുന്നു. സിനിമയിലെ നായകൻ വളരെ യങ്ങായ ഒരു ചെറുപ്പക്കാരനാണ്. എന്നാൽ ആ ചെറുപ്പക്കാരന്റെ അഭിനയത്തിൽ എന്തോ ഒരു സവിശേഷത നോളന് തോന്നി. ആ നിമിഷം നോളൻ മനസ്സിലുറപ്പിച്ചു തന്റെ അടുത്ത പടത്തിലെ ജോക്കർ എന്ന ക്യാരക്ടർ ചെയ്യാൻ പോകുന്നത് ഇയാളാണെന്ന്. എന്നാൽ നോളന്റെ ഈ തീരുമാനത്തെ വാർണർ ബ്രോസ് എതിർത്തു. കാരണം ഇതിനു മുൻപ് ജോക്കർ എന്ന ക്യാരക്ടർ ചെയ്തവരെല്ലാം വളരെ ഫേമസ് ആയ നടന്മാരായിരുന്നു. അപ്പോൾ ഒരു ബ്ലോക്ക് ബസ്റ്റർ സിനിമയുടെ 2ാം ഭാഗം എടുക്കുമ്പോൾ അതിലെ മെയിൻ വില്ലനും അത്യാവശ്യം പോപ്പുലറായ ഒരാളായിരിക്കണം. ഇതായിരുന്നു വാർണർ ബ്രോസ് നോളനോട് പറഞ്ഞത്. ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്ററും നോളന്റെ സഹോദരനുമായ ജോനാഥൻ നോളൻ പോലും ക്രിസ്റ്റഫർ നോളന്റെ ആ തീരുമാനത്തെ എതിർത്തു. എന്നാൽ തന്റെ മനസ്സിലുറപ്പിച്ച തീരുമാനം മാറ്റാത്ത നോളൻ ഇത്രയും സമ്മർദ്ദങ്ങളുണ്ടായിട്ടും തന്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു. അവസാനം വാർണർ ബ്രോസ് വേറൊരു വഴിയുമില്ലാതെ നോളന്റെ തീരുമാനത്തെ അംഗീകരിക്കുകയായിരുന്നു. അതെ, ക്രിസ്റ്റഫർ നോളന്റെ അടുത്ത പടത്തിലെ വില്ലൻ ക്യാരക്ടർ ചെയ്യുന്നത് താൻ അന്ന് ടിവിയിൽ കണ്ട ആ ചെറുപ്പക്കാരൻ തന്നെയാണ്. അവന്റെ പേരാണ് ഹീത്ത് ലെഡ്ജർ.
എന്ത് സംഭവിച്ചാലും ഒരു കൂസലുമില്ലാത്ത, ആരോടും ഒരു സഹതാപവുമില്ലാത്ത ഒരു സൈക്കോ ക്യാരക്ടറാണ് ജോക്കർ. പതിവ് പോലെ ഹീത്ത് ലെഡ്ജർ ഷൂട്ടിങ്ങിന് മുൻപ് തന്നെ ജോക്കർ എന്ന ക്യാരക്ടറിനെ തന്നിലേക്ക് ആവാഹിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. ഇത്രയും വലിയൊരു സിനിമയിൽ ഇത്രയും വലിയൊരു ക്യാരക്ടർ തനിക്ക് കിട്ടിയതുകൊണ്ട് താൻ കാരണം നോളന്റെയും ജോക്കർ എന്ന ക്യാരക്ടറിന്റെയും ആരാധകർ ഒരിക്കലും നിരാശപ്പെടരുത് എന്ന് ലെഡ്ജർ ആദ്യമേ തീരുമാനിച്ചിരുന്നു. അതിനായി ആദ്യം തന്നെ ലെഡ്ജർ ഒരു ഹോട്ടലിൽ തനിച്ച് മുറിയെടുത്ത് താമസിക്കാൻ തുടങ്ങി. 54 ദിവസമാണ് മറ്റാരോടും മിണ്ടാതെ ഹീത്ത് ലെഡ്ജർ തനിച്ച് ആ മുറിയിൽ താമസിച്ചത്. അതുകൂടാതെ ഈ ദിവസങ്ങളിലെല്ലാം വെറും 4 മണിക്കൂർ മാത്രമാണ് ലെഡ്ജർ ഉറങ്ങിയിരുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് ഹീത്ത് ലെഡ്ജർ പതിയെ ഒരു സൈക്കോയായി മാറുകയായിരുന്നു. അങ്ങനെ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഷൂട്ടിംഗ് ആരംഭിച്ചു. ക്യാമറയ്ക്ക് മുന്നിൽ ജോക്കറായി അഭിനയിക്കുന്നതിന് പകരം ഹീത്ത് ലെഡ്ജർ ജോക്കറായി ജീവിക്കുകയായിരുന്നു. പിന്നീട് മാസങ്ങൾക്ക് ശേഷം ഷൂട്ടിംഗ് അവസാനിച്ചു. ക്രൂ മെമ്പേഴ്സ് എല്ലാവരും പരസ്പരം വിട പറഞ്ഞു. എന്നാൽ അപ്പോഴും ജോക്കറിനോട് ഹീത്ത് ലെഡ്ജർ വിട പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ദിവസം 4 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങാനോ ജോക്കറിൽ നിന്നും പുറത്തു വരാനോ ലെഡ്ജറിന് കഴിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഹീത്ത് ലെഡ്ജർ ഒരു ഡോക്ടറിന്റെ സഹായം തേടി. എന്നാൽ ഉറക്ക ഗുളികകൾ നൽകുക എന്നല്ലാതെ മറ്റൊന്നും ഡോക്ടറിനും ചെയ്യാനുണ്ടായിരുന്നില്ല. ഉറക്ക ഗുളികകൾ കഴിച്ചു ശീലിച്ച ലെഡ്ജർ പിന്നീട് ഇത്തരം ഗുളികകളിൽ തന്നെ അഡിക്റ്റായി. അങ്ങനെ 2008 ജനുവരി 22 രാവിലെ ന്യൂയോർക്കിലെ എല്ലാവരും ഉറക്കത്തിൽ നിന്നും ഉണർന്നു, ഒരാളൊഴികെ. എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് അന്ന് ലോകമറിഞ്ഞത്. ഹീത്ത് ലെഡ്ജർ മരണപ്പെട്ടു. മരണകാരണം അമിതമായ ഗുളികകളുടെ ഉപയോഗമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. ഹീത്ത് ലെഡ്ജറിന്റെ മരണം മറ്റെല്ലാവരെക്കാളും നോളനെ ഏറെ വേദനിപ്പിച്ചിരുന്നു. അങ്ങനെ ഡാർക്ക് നൈറ്റ് എന്ന സിനിമ റിലീസായി. സിനിമ കണ്ട എല്ലാവരും ചർച്ച ചെയ്തത് ഹീത്ത് ലെഡ്ജർ അവതരിപ്പിച്ച ജോക്കർ എന്ന ക്യാരക്ടറിനെ കുറിച്ചായിരുന്നു. നായകനേക്കാൾ മുകളിൽ പോയ ഒരു കിടിലൻ വില്ലൻ. സിനിമയുടെ സംവിധായകനായ ക്രിസ്റ്റഫർ നോളനെയും സ്ക്രീനിൽ ഹീത്ത് ലെഡ്ജർ ഞെട്ടിച്ചു കളഞ്ഞു. നോളൻ കണക്ക് കൂട്ടിയതിനേക്കാൾ ഒരുപാട് മുകളിലായിരുന്നു ഹീത്തിന്റെ പ്രകടനം. ഓസ്കാറിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരുന്നു ഒരു സൂപ്പർ ഹീറോ സിനിമയിലെ വില്ലൻ ക്യാരക്ടറിന് ഓസ്കാർ ലഭിക്കുന്നത്. അത് ലഭിച്ചത് ഹീത്ത് ലെഡ്ജർ അവതരിപ്പിച്ച ജോക്കർ എന്ന കഥാപാത്രത്തിനും. ഈ ലോകത്തോട് ഹീത്ത് ലെഡ്ജർ വിട പറഞ്ഞെങ്കിലും ലോക സിനിമാ പ്രേമികളുടെ മനസ്സിൽ ഇന്നും ലെഡ്ജർ ജീവിക്കുന്നു ജോക്കറിലൂടെ. And the Oscar goes to Heath Ledger in The Dark Knight.